ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയെ ഓരോരോ സത്യങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ അറിയുന്ന സത്യങ്ങളൊക്കെ സുമിത്രയുടെ തലയ്ക്ക് മീതെയാണ് വരുന്നത്. സുമിത്രയ്ക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അവസാനം തൻ്റെ ശ്രീനിലയം പോലും തനിക്ക് കൈവിട്ടുപോയി, കൈമോശം വന്നുപോയി എന്നുള്ള കാര്യം സുമിത്ര തിരിച്ചറിയുമ്പോൾ സുമിത്രയ്ക്ക് അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അപ്പോൾ ദീപുവിനും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, പക്ഷേ മുഴുവനായിട്ടൊന്നും അറിയില്ല. കാരണം ദീപു ഒന്നിനെ പറ്റിയും അന്വേഷിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആരും സുമിത്രയെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ആരൊക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ സുമിത്രയുടേതായ സാധനങ്ങളൊക്കെ എവിടെയാണെന്നൊന്നും ദീപു അന്വേഷിച്ച് ചെന്നിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം ദീപുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ദീപു അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തതുമില്ല. അങ്ങനെ സുമിത്രയോട് ഈ ഒരു ശ്രീനിലയത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ സിദ്ധുവിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സുമിത്ര ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് പോയതൊക്കെ പൊയ്ക്കോട്ടെ ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയൻ ചേച്ചിയെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും വേണ്ട, എൻ്റെയും എൻ്റെ രോഹിത്തിൻ്റെയും ഒക്കെ ജീവിതം നശിപ്പിച്ച ആ ഓർമ്മകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് വേണ്ട എന്ന് സുമിത്രയും തീരുമാനിക്കുക. അങ്ങനെ സുമിത്രയും പൂജയും മാത്രമായിട്ടുള്ളൊരു ലോകം മതിയെന്ന് സുമിത്ര തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ തനിക്ക് നഷ്ടപ്പെട്ടു പോയ, താൻ പൊന്നുപോലെ കൊണ്ട് നടന്നിരുന്ന തൻ്റെ ശ്രീനിലയം അത് തനിക്കൊന്ന് കാണണം എന്ന് തന്നെ സുമിത്ര വിചാരിക്കുന്നു. സുമിത്ര നെട്ടതേ നമ്മുടെ ശ്രീനിലയം കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വേറെ ആരൊക്കെയോ താമസം ഉണ്ടെന്ന് ചേച്ചി എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോണം എന്ന് സുമിത്ര പറഞ്ഞു. ഇതേ സമയത്ത് അവിടെ രഞ്ജിതയും ഭർത്താവും സുമിത്ര ജീവനോടെ വന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് പരമശിവത്തെ കാണാനായിട്ട് പറന്നു പോവുകയാണ്. അപ്പോൾ അയാളെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. സുമിത്രയെന്ന് പറയുന്ന വെറുതെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണെന്നും അവളിപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ നമുക്കെന്താന്നോ സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? അവൾ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് സാറിന് അറിയില്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്ത് ഭവിഷ്യത്തുണ്ടാവാനാ? എനിക്ക് പ്രത്യേകിച്ച് ഭവിഷ്യത്തൊന്നും ഉണ്ടാകാനില്ല. നിങ്ങൾക്ക് ഭവിഷ്യത്തുകൾ ഒരുപാടുണ്ട്, അതെനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭവിഷ്യത്തുള്ള അവളെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അവളെ തീർത്ത് കളയണം. അവളുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്നൊക്കെ രഞ്ജിത ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേന് രഞ്ജിതയുടെ ഹസ്ബൻഡ് കയറി പറഞ്ഞു, അവൾ സുമിത്രയെന്ന് പറയുന്നവൾ മരിക്കേണ്ടവൾ തന്നെയാണ്. പക്ഷേ അവളിപ്പോൾ ഒരു യക്ഷിയെപ്പോലെ വന്ന് ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത കിടന്നുറങ്ങുമ്പോഴൊക്കെ സുമിത്രയുടെ ആ ഒരു ഇത് ഇനി ഈ രഞ്ജിതയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. രഞ്ജിതയെ മാനസികമായിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടേ ഇരിക്കുക. കാരണം തെറ്റ് മുഴുവൻ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ പേടിക്കാതിരിക്കാൻ നിവർത്തിയുമില്ല. എന്തായാലും രഞ്ജിത പേടിച്ച് വിറച്ചപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചാടിക്കയറി എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? സുമിത്ര ആദ്യം എന്താണ് ചെയ്യുന്നതെന്നും സുമിത്രയുടെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്ന് നോക്കട്ടെ. നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ കുഴപ്പമായിട്ടുള്ളതാണെങ്കിൽ നമുക്കതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ചാടിക്കയറി ഒന്നും ചെയ്യാനായിട്ട് എനിക്കോ പറ്റത്തില്ല. ഒരു കാരണങ്ങളും ഇല്ലാതെ സുമിത്രയുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് നമുക്ക് കഴിയില്ല. ഈ ഒരു ഇതിനങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. എന്തായാലും സുമിത്രയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ സുമിത്ര ഇനി വേറെ പ്രശ്നങ്ങൾക്കൊന്നും ഇറങ്ങാനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ലാതെ അത് പോകുമല്ലോ. മറിച്ച് നമ്മളായിട്ട് ഇനി ഇറങ്ങിച്ചെന്ന് സുമിത്രയെ വീറും വാശിയും കയറ്റേണ്ട കാര്യമുണ്ടോ? അറിയാതെ കിടക്കുന്ന പല രഹസ്യങ്ങളും സുമിത്രയായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നിങ്ങനെ രഞ്ജിത ചോദിക്കുക. പറയാൻ പറ്റില്ല. വാശി കയറി കഴിയുമ്പോൾ ഒരു പക്ഷേ സുമിത്ര എല്ലാം കണ്ടുപിടിച്ചേ അടങ്ങൂ എന്ന് തീരുമാനമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കായിരിക്കും പിന്നീട് പ്രശ്നമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. അതിനുശേഷം എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു ഇയാൾ. അങ്ങനെ രഞ്ജിതയെയും ഭർത്താവിനെയും പറഞ്ഞ് സമാധാനിപ്പിച്ചതേ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ വരവ് ഇനി എന്തിനായിരിക്കും എന്നുള്ള ആ ഒരിതും സുമിത്രയുടെ ഇനി അങ്ങോട്ടുള്ള നീക്കവും കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇയാൾ, അതായത് ഈ പരമശിവം അയാളുടെ ഗുണ്ടകളെ ഏർപ്പാടാക്കുക. അങ്ങനെ സുമിത്ര ഇനിയിപ്പോൾ ഇവർക്ക് നാശമായിട്ട് വരുമോ എന്നുള്ള ഒരു കാര്യം അറിയാനായിട്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നു കേട്ടോ. ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ സുമിത്ര അവിടെ ദീപുവിൻ്റെ അരികിൽ നിന്ന് വീട്ടിൽ നിന്ന് പോരും. അപ്പോൾ ഞാൻ കൊണ്ടുവിടാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞു ദീപു. പക്ഷെ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞിട്ട് പോരുവാണേ. സുമിത്ര ഇങ്ങനെ പോരുന്ന സമയത്ത് അവരാണെങ്കിൽ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരിത്. പക്ഷേ സുമിത്ര ഇവരുടെ കൂടെ വരാനായിട്ട് തയ്യാറായതുമില്ല. എന്തായാലും നമ്മുടെ സുമിത്ര ഇങ്ങനെ ശ്രീനിലയത്തിൻ്റെ അടുത്ത് വന്നു.
ശ്രീനിലയത്തിൻ്റെ അടുത്ത് നടന്നു വന്ന് പരിസരങ്ങളെല്ലാം നോക്കി. അങ്ങനെ സുമിത്ര നടന്ന് ഇങ്ങനെ ഇതിൻ്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ സുമിത്ര ഒരു അന്യയെപ്പോലെ വന്ന് ശ്രീനിലയത്തിൻ്റെ മുന്നിൽ ആ ഗേറ്റിന് വെളിയിൽ ഇങ്ങനെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ശ്രീനിലയം എന്ന് എഴുതിയിരുന്ന ആ ഒരു ബോർഡെല്ലാം അഴിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. കാടും പള്ളയും അതുപോലെ ചപ്പും ചവറും ഒക്കെ കയറിയ ഒരു അനാഥാലയം പോലെ, ഒരു പ്രേതാലയം പോലെ നമ്മുടെ ശ്രീനിലയം സുമിത്ര കാണുക. അപ്പോൾ സുമിത്ര അങ്ങനെ കണ്ടപ്പോൾ സുമിത്രയുടെ നെഞ്ച് പൊട്ടിപ്പോയി. കാരണം താൻ അതുപോലെ ഓമനിച്ചു കൊണ്ട് നടന്ന തൻ്റെ ശ്രീനിലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ സുമിത്രയ്ക്കത് താങ്ങാൻ പറ്റിയില്ല. സുമിത്രയ്ക്കെന്നല്ല, ആർക്കും അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും നമ്മുടെ സുമിത്രയ്ക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറണം, ഈ വീടിൻ ആ ഒരു അവസ്ഥയൊക്കെ കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ സുമിത്രയ്ക്ക് പേടിയാണ്. ഇത് ആരെങ്കിലും മേടിച്ചതാണ്, പക്ഷേ ഇവിടെ ആരെങ്കിലും താമസമുണ്ട്. ഈ ഒരു കിടപ്പും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവിടെ ആൾ താമസം ഉള്ളതായിട്ട് സുമിത്രയ്ക്ക് തോന്നിയില്ല. കാരണം അത്രയ്ക്ക് ഇതായിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ സുമിത്ര ഇങ്ങനെ അവിടെ വന്ന് നിന്ന് ഇതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടി പഴയ ഓർമ്മകൾ, ശ്രീനിലയത്തിൻ്റെ മുറ്റത്ത് അവർ അത്തപ്പൂക്കളം ഇട്ടത്, അതുപോലെ തിരുവാതിര കളിച്ചത്, സുമിത്ര ചെടി നനച്ചത്, അതുപോലെ അവരുടേതായ ഓർമ്മകളെല്ലാം സുമിത്ര ഒരു നിമിഷം അവിടെ നിന്ന് ആ ശ്രീനിലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് ഓർത്തു. അങ്ങനെ അച്ചച്ചൻ അവിടെ ഇരിക്കുന്നത്, അങ്ങനെ എല്ലാവരും സുമിത്രയെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഇതിലേക്ക് കാര്യങ്ങൾ അങ്ങനെ സുമിത്രയുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുക. അങ്ങനെ സുമിത്ര അതൊക്കെ ഓർത്ത് വിങ്ങിപ്പൊട്ടി നിന്ന് കരയുക കേട്ടോ. കുറച്ച് കഴിഞ്ഞ് സുമിത്ര ഇങ്ങനെ നോക്കിയപ്പോൾ സുമിത്രയെ വാന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു, അതുപോലെ രോഹിത്ത്, എല്ലാവരും ഇങ്ങനെ സുമിത്രയെ അകത്തേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇപ്പോഴും സിദ്ധു മരിച്ചോ ജീവിച്ചോ ഇതൊന്നും അറിയില്ല, എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സുമിത്രയുടെ മൈൻഡിലേക്ക് എല്ലാവരും ഇങ്ങനെ കടന്നു വരുന്നു. അങ്ങനെ സുമിത്രയുടെ ജീവിതം തീർന്നു പോയ ആ ഒരു കാര്യങ്ങളൊക്കെ സുമിത്ര ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സുമിത്ര പതുക്കെ അതിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഒരുത്തൻ ചാടി വരുന്നു. ആരാ എന്നാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഒന്ന് പേടിച്ചു. സുമിത്ര എന്നിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ ഇവിടെ താമസിക്കുന്നവരെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ, താമസക്കാരോ? ഇവിടെയൊന്നും ആരും താമസക്കാരൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കേ, ഇതിനകത്ത് അന്യർക്ക് പ്രവേശനമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട് ആരാ വാങ്ങിച്ചിരിക്കുന്നത്, ഇവിടെ എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ല, ഇതൊക്കെ അറിയാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര പറഞ്ഞു, ഞാൻ ആരുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന വീടാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഇവന്മാർ അറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഇനി ഇതിനകത്ത് നിൽക്കാൻ ഒക്കുകയല്ല, നിങ്ങൾ വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ സുമിത്രയെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കുക. അന്നേരത്തേക്ക് സുമിത്ര ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. കാരണം അവിടുന്ന് പോരാനുള്ള ആ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ട്. അങ്ങനെ സുമിത്ര ആ ഒരു വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പം, നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്, എന്നും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും സുമിത്രയെ അവിടുന്ന് വഴക്ക് പറഞ്ഞ് ഓടിക്കുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടുന്ന് പതുക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് സുമിത്രയുടെ മനസ്സിൽ ഇങ്ങനെ പഴയ ചിന്തകൾ വീണ്ടും ഇങ്ങനെ കിടക്കുന്നു. ഈ സമയത്ത് സുമിത്ര ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്ന് എന്താ ചേച്ചി സംഭവിച്ചതെന്നുള്ള കാര്യം ദീപുവൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ശ്രീനിലയം കണ്ടിട്ട് തൻ്റെ നെഞ്ച് തകർന്നു പോയി എന്നുള്ള കാര്യം പറയുക. താൻ ഇത്രത്തോളം സ്നേഹിച്ച് ലാളിച്ചു കൊണ്ട് നടന്ന തൻ്റെ ശ്രീനിലയം ഈ ഒരു അവസ്ഥയിലായത് സുമിത്രയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ആരും താമസം ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുമിത്ര അനിയനോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു, അത്ര കൃത്യമായി ഞങ്ങൾക്ക് ശ്രീനിലയത്തെക്കുറിച്ചൊന്നും അറിയില്ല ചേച്ചി, പക്ഷേ അത് ആരാ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് തപ്പി കണ്ടുപിടിക്കാവുന്ന. അപ്പോൾ സുമിത്ര പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല, വിറ്റ് പോയ മുതലിന് തിരിച്ചു പിടിക്കാൻ സുമിത്രയെ കൊണ്ടാവതില്ല. പിന്നെ അത് ആര് കൊണ്ടുപോയാലും സുമിത്രയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ സുമിത്ര പറഞ്ഞു, ഇനി അതിൻ്റെ പിറകെ ഒന്നും പോകണ്ടെന്ന്, ഇനിയിപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും എല്ലാം ഒന്നേന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് സുമിത്ര എന്നിട്ട് ഇവരുടെ അരികിലിരുന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ ചേച്ചി എന്തിനാ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നേ, ഈ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ചേച്ചി എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് ആലോചിച്ചിരുന്നിട്ട്, അതല്ല ദീപു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സുമിത്ര പറയുക. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് രഞ്ജിതയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവൾ വരുമോ അവൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര അവിടെ ശ്രീനിലയത്തിൽ വന്ന കാര്യങ്ങളും അതുപോലെ മറ്റിതൊക്കെ. അപ്പോൾ ഈ സുമിത്രയെ കണ്ട ഗുണ്ടയുണ്ടല്ലോ, അവൻ വിളിച്ച് ഇയാളോട് പരമശിവത്തിനോട് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് എന്താ പറഞ്ഞത്, എന്താ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ
പരമശിവൻ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആരാ വാങ്ങിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ ഈ മുറ്റത്ത് വന്ന് നിന്ന് കുറേ കരഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഈ പരമശിവത്തിനോട് പറയുക. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ എല്ലാ നീക്കങ്ങളും ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞു. അതായത് സുമിത്രയുടെ എല്ലാ നീക്കങ്ങളും ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞു അവന്മാരെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് വീണ്ടും ഇയാൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.